ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. ഞാൻ രണ്ട് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാണ്. ലെറ്റ് എഫ് ബി എ ഫങ്ഷൻ ഡിഫൈൻ ഫ്രം എ ടു എ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് എഫ് ആൻഡ് ജി ബി എ ഫംഗ്ഷൻ ഡിഫൈൻ ഫ്രം ബി ടു സി. ബിയിൽ നിന്ന് സിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ജി. Then composition of f and g. നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? The composition of f and g എന്നാണ് എഴുതുക, which is denoted as. പക്ഷെ ഡിനോട്ട് ചെയ്യുമ്പം നമ്മൾ ഇങ്ങനെ എഴുതും, ജി ഒ എഫ്, ഗോഫ്. ഗോഫ് എന്ന് വായിക്കരുത്. ഇറ്റ് ഈസ് ജി കോമ്പോസിഷൻ എഫ്. ജി കോമ്പോസിഷൻ എഫ് is a function defined from A to C. അതായത് the composition of f and g, which is denoted as GOF, that is G of f, that is G composition f, is a function. അതൊരു ഫംഗ്ഷൻ which is defined from A to C. A നിന്ന് സിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് G composition f and which is defined as G composition f. അത് എഴുതിയതിനു ശേഷം ഇതൊരു ഫംഗ്ഷൻ ആണ്. അതിലുള്ള എലമെന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് സെറ്റ് എ ആണ്, സെക്കൻഡ് സെറ്റ് സി ആണ്. അപ്പം എ എന്ന സെറ്റിലെ എലമെന്റ് ആയിരിക്കണം എക്സ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് is defined as G of f of x for all x belongs to first set. A എന്ന സെറ്റിലെ ഏത് എലമെന്റ് x എടുത്താലും G composition f of x is defined as G of f of x and it is a function defined from A to C. നമുക്ക് നോക്കാം എങ്ങനെ എഴുതാം. A എന്ന സെറ്റ്, അതിലുള്ള എലമെന്റ് x, എല്ലാ എലമെന്റ്സിനും x എന്ന് പറയും. എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് f. അങ്ങനെയാകുമ്പോൾ എക്സിന്റെ ഇമേജ് f of x. ബിയിലുള്ള എലമെന്റ് ആണ് എഫ് ഓഫ് എക്സ്. ബി എന്ന സെറ്റിലെ എലമെന്റ് ആണ് എഫ് ഓഫ് എക്സ്. ബിയിൽ നിന്ന് സിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ജി. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ ഇമേജ് എന്തായിരിക്കും? ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ്. Therefore, G composition f is a function defined from A to C. G composition f of x equal to G of f of x. നമുക്ക് എക്സാമ്പിളിലേക്ക് കിടക്കാം. എ എന്ന സെറ്റ്, അതിൽ കുറച്ച് കുട്ടികളുടെ പേരുണ്ട്. തൽക്കാലം നമുക്കിവിടെ അബി എന്ന് കൊടുക്കാം. അടുത്ത പേരെന്ന് പറഞ്ഞാൽ ബിനി എന്ന് കൊടുക്കാം. അടുത്ത പേര് ചിന്നു എന്ന് കൊടുക്കാം. രണ്ടാമത്തെ സെറ്റില് അവരുടെ റോൾ നമ്പേഴ്സ് കൊടുക്കും. തൽക്കാലം ഇങ്ങനെ കൊടുക്കാം 1, 3, 7. ജി കോമ്പോസിഷൻ എഫ് അല്ലെങ്കിൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ് അർത്ഥം. ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം എഫ് എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന എയിൽ നിന്ന് ബിയിലേക്ക്, അതായത് ഓരോ കുട്ടികൾക്കും അവരുടേതായ റോൾ നമ്പർ കൊടുക്കും. ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കറിയാം എക്സാംസിനൊക്കെ നമുക്ക് പെർട്ടിക്കുലർ എക്സാം കോഡുകൾ ഉണ്ട്. നമ്മൾ കൊടുക്കുമ്പോൾ ഈ 1, 2, 3 എന്ന് കൊടുത്തു, എഫ് G14 എന്ന് കൊടുത്തു, L156 എന്ന് കൊടുത്തു, M312 എന്ന് കൊടുത്തു. ഇതാണ് സി എന്ന സെറ്റ്. അപ്പൊ മനസ്സിലാക്കേണ്ടത് എഫ് എന്ന ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഓരോ കുട്ടിക്കും റോൾ നമ്പർ അസൈൻ ചെയ്തു. ജി എന്ന ഫംഗ്ഷൻ ബിയിൽ നിന്ന് സിയിലേക്ക് ഡിഫൈൻ ചെയ്തു. ഓരോ റോൾ നമ്പറിനും എക്സാം കോഡുകൾ അസൈൻ ചെയ്തു. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ജി കോമ്പോസിഷൻ എഫ് എന്ന കോമ്പോസിഷൻ എന്ന കൺസെപ്റ്റ് ഇതിലൂടെ ഡിഫൈൻ ചെയ്യാം. അബിയുടേത് 1 എന്ന് കൊടുത്തു റോൾ നമ്പർ. അതായത് നമ്മൾ എഴുതുമ്പോൾ എഫ് ഓഫ് അബി, അബിയുടെ ഇമേജ് 1, എഫ് ഓഫ് ബിനി ഈക്വൽ ടു 3. ബിനിയുടേത് 3. എഫ് ഓഫ് ചിന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 7. ഇനി ഓരോ കുട്ടിക്കും എന്താവുന്നുണ്ട്? റോൾ നമ്പറിന് എക്സാം കോഡുകൾ പോകും. 1
1ന്റെ ഇമേജ് ജി എന്ന ഫംഗ്ഷൻ 1ന്റെ ഇമേജ് എന്ന് പറയുമ്പോൾ തൽക്കാലം ഇവിടെ FG14 എന്ന് കൊടുക്കാം. അപ്പോൾ ജി ആയതുകൊണ്ട് g(1) ഈക്വൽ ടു FG14. g(3) എന്ന് പറഞ്ഞാൽ E123 കൊടുക്കാം. g(3) എന്ന് പറയുമ്പോൾ E123. g(7) എന്ന് പറഞ്ഞാൽ M312 എന്ന് കൊടുക്കാം. g(7) എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു M312. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ കുട്ടിക്കും റോൾ നമ്പർ, ആ റോൾ നമ്പറിന് എക്സാം കോഡ്. അപ്പം ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? എ നിന്ന് സിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ്. അതായത് ഓരോ കുട്ടിക്കും എക്സാം കോഡ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? അസൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ത്? ജി കോമ്പോസിഷൻ എഫ്. ആൻഡ് ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഡിഫൈൻ ഫ്രം എ ടു സി. അതായത് ഓരോ കുട്ടിക്കും എക്സാം കോഡിലേക്ക് ഡയറക്റ്റ് അസൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് ജി കോമ്പോസിഷൻ എഫ്. നമുക്ക് ഓരോന്ന് നോക്കാം. നമുക്കറിയാം ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഫസ്റ്റ് സെറ്റ്. എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെറ്റിലെ എലമെന്റ് ആണ്, എ എന്ന സെറ്റിലെ എലമെന്റ്. നമ്മളിവിടെ ഓരോന്ന് കൊടുക്കുമ്പോൾ ജി കോമ്പോസിഷൻ എഫ്, അതിലുള്ള ആദ്യത്തെ എലമെന്റ് അബി, ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ജി ഓഫ് എഫ് ഓഫ് അബി. നമുക്കറിയാം എഫ് ഓഫ് അബി എന്താ? അബിയുടെ ഇമേജ് 1 ഈക്വൽ ടു ജി ഓഫ് 1. ഇനി നമുക്കറിയാം ജി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഈക്വൽ ടു FG14. അപ്പം അബിയുടെ ഇമേജ് ഡയറക്റ്റ് ആയിട്ട് ഏതിലേക്ക് പോയി? FG14ലേക്ക് പോയി. അതായത് അബി എന്ന കുട്ടിക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സാം കോഡ് അസൈൻ ചെയ്തു. അതാണ് കോമ്പോസിഷൻ, ജി കോമ്പോസിഷൻ എഫ്. ഇനി നമ്മൾ അടുത്ത് നോക്കുമ്പോൾ ജി കോമ്പോസിഷൻ എഫ് അടുത്ത എലമെന്റ് ബിനിയും, ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ജി ഓഫ് എഫ് ഓഫ് ബിനി. നമുക്കറിയുന്ന കാര്യം എഫ് ഓഫ് ബിനി എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് 3. ഇനി 3 എന്ന റോൾ നമ്പറിന്റെ എക്സാം കോഡ് E123 ആണ്. E123. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ബിനിക്ക് എന്ത് വന്നു? ബിനിക്ക് എക്സാം കോഡ് വന്നു. ഇനി ജി കോമ്പോസിഷൻ എഫ് ഓഫ് അടുത്ത പേര് ചിന്നു ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് ചിന്നു ഈക്വൽ ടു ജി ഓഫ് ചിന്നുവിന്റെ റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 7 ആണ്. ചിന്നുവിന്റെ ഇമേജ് എഫ് ഓഫ് ചിന്നു ഈക്വൽ ടു 7 ആണ്. ദാറ്റ് ഈസ് ജി ഓഫ് 7. എന്ന് നമുക്കറിയാം ജി ഓഫ് 7 എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഈക്വൽ ടു M312. അപ്പൊ ചിന്നു എന്ന കുട്ടിക്കും എന്ത് ചെയ്തു? എക്സാം കോഡ് ഡയറക്റ്റ് ആയിട്ട് അസൈൻ ചെയ്തു. അപ്പൊ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ് എന്ത് ഉദ്ദേശിക്കുന്നത്? കോമ്പോസിഷൻ. ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ സ്റ്റുഡൻസിനും, ഇവിടെ 3 സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാ സ്റ്റുഡൻസിനും ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? എക്സാം കോഡിലേക്ക് അസൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആണത് ജി കോമ്പോസിഷൻ. ആൻഡ് ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം എ ടു സി ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എഴുതാം ഓർഡർ പെയറിൽ. ജി കോമ്പോസിഷൻ എഫ് ഓർഡർ പെയറിൽ എഴുതുമ്പോൾ അബിയുടെ എക്സാം കോഡ് FG14. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ അബി FG14, അടുത്ത എലമെന്റ് എഴുതുമ്പോൾ ബിനിയുടേത് E123. ബിനി എന്ന് പറയുമ്പോൾ E123. ഇനി ചിന്നുവിന്റെ എഴുതുമ്പോൾ M312. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തത്? ആദ്യത്തെ സെറ്റിലെ ഓരോ സ്റ്റുഡൻസിനും റോൾ നമ്പർ അസൈൻ ചെയ്തു, ആ ഫംഗ്ഷനാണ് എഫ്. ഓരോ റോൾ നമ്പറിനും എക്സാം കോഡ് അസൈൻ ചെയ്തു, ആ ഫംഗ്ഷനാണ് ജി. ആൻഡ് ജി കോമ്പോസിഷൻ എഫ് ഇസ് എ ഫംഗ്ഷൻ വിച്ച് അസൈൻസ് ഓരോ കുട്ടിക്കും ഓരോ എക്സാം കോഡ്, ഡയറക്റ്റ് ആയിട്ട് എക്സാം കോഡ്. ആ ഫംഗ്ഷനാണ് ഏത് ഫംഗ്ഷൻ? ജി കോമ്പോസിഷൻ എഫ്. അങ്ങനെയാകുമ്പോൾ അതിന്റെ ഡൊമെയിൻ എ എന്ന സെറ്റാണ്, കോഡൊമെയിൻ സി എന്ന സെറ്റാണ്. ജി കോമ്പോസിഷൻ എഫ് ഇസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം എ ടു സി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വല്ല ഡൗട്ടുകളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി എന്തെങ്കിലും പർട്ടിക്കുലർ സബ്ജക്റ്റിനെ വെച്ചിട്ട് അല്ലെങ്കിൽ പർട്ടിക്കുലർ ടോപ്പിക്കിനെ വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.